പക്ഷെ പ്രധാന വെല്ലുവിളി കാലുകളിലുള്ള മുറിവാണ്. കുറേ ദിവസത്തേക്ക് സൂര്യക്ക് കാലുകൾ നിലത്തൂന്നാൻ കഴിയില്ല. അതായത് ഏകദേശം ഒരു കിടപ്പ് രോഗിയുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കും. പിന്നെ ലങ്സിന്റെ കാര്യം, പെട്ടെന്ന് വെടിമരുന്നിന്റെ പുക ഇടിച്ചകത്തേക്ക് കയറിയതുകൊണ്ട് അത് പൂർണ്ണമായും പോകണമെങ്കിൽ ദിവസങ്ങളെടുത്തെന്ന് വരും. സൂക്ഷ്മമായ ഒരു പരിചരണത്തിലൂടെ മാത്രമേ ഒരു ബെറ്റർമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഡോക്ടർ. അടുത്തു നിന്ന് മാറാതെ തന്നെ നോക്കിക്കോളാം. അവന്റെ മുൻപോട്ടുള്ള ജീവിതത്തില് വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലല്ലോ അല്ലേ ഡോക്ടർ? ഇപ്പോ ഈ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്തു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷെ പരിചരണത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ആപത്തിനുള്ള സാധ്യത കൂടുതലുമാണ്. ഒരു ഹോസ്പിറ്റൽ ബെഡ് പോലെ തന്നെ അയാളുടെ മുറിയെ കണക്കാക്കേണ്ടി വരും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഓക്കെ ഡോക്ടർ. പിന്നെ എനിക്കിപ്പോ പെട്ടെന്നൊരു യാത്ര ആവശ്യമായിട്ടുണ്ട്. ഞാൻ പോകുന്നത് വലിയ ടെൻഷനിൽ തന്നെയാണ്. ഒരുപാട് ദിവസത്തെ യാത്രയാണോ? അല്ല, കമ്പനിയുടെ 1-2 എഗ്രിമെന്റ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാ മുംബൈയിൽ. കുറച്ച് ദിവസം എടുക്കും. സാറ് ധൈര്യമായിട്ട് പോയിട്ട് വാ. ബാക്കിയുള്ളവരുണ്ടല്ലോ അവിടെ. ഉണ്ട്. സൂര്യയുടെ പരിചരണം അവന്റെ ഭാര്യ തന്നെ നോക്കിക്കോളൂ. അവള് സൂര്യയുടെ അടുത്ത് നിന്നും മാറില്ല. then ഓക്കെ, സമാധാനമായിട്ട് പോയിട്ട് വാ. താങ്ക് യു ഡോക്ടർ. ആ ഇത് കുടിച്ചേ. എനിക്ക് വേണ്ട രാജുവേട്ടാ. ഈ നേരം വരെ ഒരു വാക്ക് കഴിച്ചിട്ടില്ല. ദാ കുടിക്കേ, കുടിക്കേ, കുടിക്കാൻ. മോളുടെ ഈ സങ്കടമൊന്നും ദൈവം കാണാതെ പോവില്ല മോളെ. മോളുടെയും സാറിനെയും ഈ അവസ്ഥയിലാക്കിയവര് അനുഭവിക്കും മോളെ. നരകിച്ച് പുഴുക്കും. വേണ്ട രാജുവേട്ടാ, ആരെയും ശപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കുറച്ചേരം മാറ്റി നിർത്തിയാല് സാറിനെ എന്നെയും തമ്മിൽ അകറ്റാൻ പറ്റുമെന്നാ അവര് കരുതിയിരിക്കുന്നത്. അത് മണ്ടത്തരാ. സാറിനെ സ്നേഹിക്കാതിരിക്കണമെങ്കിൽ അവരെന്നെ കൊല്ലണം. ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ സാർ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന്. ഉണ്ടായിരിക്കില്ല. പത്മ മാഡത്തിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവരുടെയൊക്കെ മുന്നിൽ അഭിനയിക്കുന്നതായിരിക്കും. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.